കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് അകത്തിരിക്കുകയാണ്, നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എന്ത് വെച്ചാലും സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ. അതെൻ്റെ വീടൊന്നും അല്ലല്ലോ, നീ എന്തിനാ വീടെന്ന് പറയുന്നത്? ഇതല്ലേ നിൻ്റെ വീട്, അത് നീ അവിടെ ഉള്ളവരുമായിട്ട് ഒരു ഇതും വേണ്ട. ഇനി ആ വീട്ടിൽ നീ പോകാൻ പാടില്ല, ആണുങ്ങൾ മാത്രമുള്ള വീടാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമമായി ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം, അതുകൊണ്ട് ഇനി അവിടുത്തെ കാര്യം മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും, എനിക്ക് പോയേ പറ്റുള്ളൂ, ഇനി എന്നെ കൂടുതൽ ആരും തടുക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. നിധിയുടെ അച്ഛൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഈ വീട്ടിൽ നിന്ന് നിനക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചതാ, എന്നാൽ അവളാണ് ഇതിനൊന്നും സമ്മതിക്കാത്തത്. നിന്നെ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ ആക്കണം എന്നുള്ള തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇനി ഇവിടെ നിന്ന് പോകാൻ പാടില്ല, ഈ എല്ലാം മറന്ന് ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നും പറയുന്നുണ്ട്. എനിക്ക് നാണക്കേട് വരുത്തി ഉണ്ടാക്കി വെച്ച് ഞാനാണെങ്കിൽ എന്താ അനുഭവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല നീ കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ ഈ കാര്യത്തിൽ, അല്ല എങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കുകയില്ലായിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ നിധിയുടെ സഹോദരൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇനി ഒരു മാറ്റവും വേണ്ട, ഇവിടെ തന്നെ നിൽക്കുക. അതല്ല നിനക്ക് പോകണമെന്നാണ് താല്പര്യമെങ്കിൽ ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ വീട്ടിലുമായിട്ട് എന്നും പറയുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, വീണ്ടും വീണ്ടും എന്നെ ആവർത്തിപ്പിക്കരുത് എന്നും പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരും ഇത്രത്തോളം പറയുന്ന സ്ഥിതിക്ക് എൻ്റെ കാര്യം നിങ്ങൾ അന്ന് ഒരു വാക്ക് കേൾക്കാൻ നിങ്ങൾക്ക് തയ്യാറായോ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ ഇതെല്ലാം ചെയ്തു വെച്ച നിങ്ങളാണ്. ഞാൻ മനഃപൂർവ്വം ഇറങ്ങിപ്പോയതല്ല, എൻ്റെ ആ സാഹചര്യം കൊണ്ട് ഞാൻ പോയതാ എന്നും പറയുന്നുണ്ട്. നീ പലപ്പോഴും സാഹചര്യം എന്ന് പറയുന്നുണ്ട്. എനിക്കതൊന്നും കേൾക്കണ്ട, നമുക്ക് കേൾക്കണ്ട. ഇനി നീ സാഹചര്യത്തിൻ്റെ കാര്യം ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. നീ അന്ന് വീട്ടിലെ ഡ്രൈവറോടെ ഇറങ്ങിപ്പോയതോടെ മനസ്സിലായി നമുക്കെല്ലാവർക്കും നിൻ്റെ സ്വഭാവം. നീ എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് നിന്നത് അതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ നീ നമ്മളെല്ലാം തെറ്റിച്ചിട്ടാണ് നീ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പോഴും അത് മാറാൻ വേണ്ടിയാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു വെച്ചാലും ഒന്നും നടക്കാൻ പോകുന്നതുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ അനിയൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, നോക്കി അകത്ത് എന്താണെന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും അവിടെ നിൽക്കുന്നുണ്ട്, നോക്കി നിധി വരുന്നതും കാത്ത്. അപ്പോഴത്തേക്കും അവിടെ ഒരു കാറ് വന്നിറങ്ങി. കാറിൽ വന്നെന്ന് ചോദിക്കുകയാണ്, നീ ആരാടാ? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ സുധീഷിൻ്റെ അനിയനാ. സുധീഷിൻ്റെ ഏത് സുധീഷ്? നിധി സുധീഷിൻ്റെ അനിയനാന്ന് പറയുന്നുണ്ട്. ആഹാ, നീ എന്തിനാ ഇവിടെ വന്നത്? അത് ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങളാരാ ചോദിക്കാൻ? വീണ്ടും പറയുന്നുണ്ട്, എന്തോ ഒരു കളിയാക്കി പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അന്ന് നിധിയാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയ സമയത്താണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളതാണ് ഈ സൂര്യൻ. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പണി ഇവർ മൂന്നുപേരും കൊടുത്തതുമാണ്. അതുകൊണ്ട് പക്ഷേ അത് സൂര്യനറിയില്ല അത് എവരാണെന്ന്. അങ്ങനെ മമ്മി എന്നൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതന്ന് വിളിച്ചത് ഇപ്പോഴേ അനിയനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി, നിങ്ങളാണല്ലേ എന്നെ അന്ന് ഒന്ന് അടിക്കാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് ഞങ്ങൾ തന്നെയാണ് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, വീണ്ടും നമുക്കത് ചെയ്യേണ്ട ഒരു മടിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനിയൻ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ ഇനിയും എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. വീണ്ടും ഗേറ്റ് തുറന്ന് ഗേറ്റ് വന്ന് പൂട്ടിയിട്ട് തന്നെ സൂര്യൻ അകത്തേറി പോകുന്നുണ്ട്. അങ്ങനെ പുറത്ത് നിന്നപ്പോഴത്തേക്ക് സുധീഷ് ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ അവിടുത്തെ കാര്യം, അവർ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തിരിച്ചിതിനെ വന്നില്ല, ഒരു അനക്കവും വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം കൂടെ നടന്നു. എന്താ അത്? ഇപ്പോൾ അന്നത് നമ്മൾ പണിയെടുക്കാൻ പോയില്ലേ, ആ ഓസ്ട്രേലിയൻ കാങ്കാരും അവിടെ എത്തിയിട്ടുണ്ട്. ആണോ? എപ്പോഴെത്തി? ഇപ്പം വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അങ്ങനെ അകത്തോട്ട് പോയി എന്നും പറയുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് പോവുകയും നിധിയാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ എന്തിനാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോൾ അതിന് കാരണക്കാരനായ ആളാണ് ഇപ്പോൾ നിങ്ങൾ
ഇവിടെ വരുത്തിയത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല. എനിക്ക് ആവശ്യം സർട്ടിഫിക്കറ്റും പാൻ കാർഡുമാണ്.